ഇനി നിലമ്പൂർ കൊടുംവനത്തിൽ കൊടുംഭീകരരായ 2 മാവോയിസ്റ്റുകളെ 1.5 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അറഞ്ചം പുറഞ്ചം വെടിവെച്ചു കൊന്ന, അതും ഗത്യന്തരമില്ലാതെ വെടിവെച്ചു കൊന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഉരുണ്ടുകളിയാണ്. കൊന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിലും രാഷ്ട്രീയം മറന്ന് പരസ്പരം പുറഞ്ചെറിയുന്നവർ അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട്. എന്താണ് മാവോയിസ്റ്റുകൾ ചെയ്ത ക്രൈം? എൻ്റെ ചോദ്യം അതാണ്. കുറച്ച് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പോലീസിന് നേരെ ചില ഘട്ടങ്ങളിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളുണ്ട്. ആ അക്രമത്തിന് വെടിവെച്ച് കൊല്ലാനുള്ള വകുപ്പൊന്നും ഇപ്പം ഇല്ല. മാത്രമല്ല CPM വധശിക്ഷയ്ക്കെതിരാണെന്ന് MA ബേബി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? തോക്കും കൊണ്ട് നടന്ന് നിരപരാധികളെ കൊല്ലുകയും എന്നിട്ട് പണം പിരിക്കുകയും ചെയ്യുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞ് നമ്മൾ ചുവന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതാണ് ദുഷിച്ച സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരും ഒളിപ്പോരോ കൊലപാതകങ്ങളോ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി മണിയാശാൻ പറയുന്നു. ആരാണ് ഇനി കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ മന്ത്രി പറയും. ഇനി കോൺഗ്രസിലെ മാവോയിസ്റ്റ് സർക്കം കൂടി കാണുക. അവർക്ക് ശിക്ഷ കൽപ്പിക്കേണ്ടത് കോടതിയാണ്, ജുഡീഷ്യറിയാണ്. ഭരണകൂടം നേരിട്ട് ഒരു കാരണവശാലും അവർക്ക് ശിക്ഷ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത്. സ്വന്തം ജീവനെ പോലും പ്രവൽക്കണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് പോലീസ് നടത്തുന്നത്. അവരുടെ മനോവീര്യം കെടുത്തുന്ന ഒരു പ്രസ്താവനയും എൻ്റെ ഭാഗത്തു നിന്ന് വരത്തില്ല. അതും കഴിഞ്ഞ് CPI സംസ്ഥാന സെക്രട്ടറി കൂടി വരുന്നതോടെ വെടിവെപ്പിൽ പുക കൂടുകയാണ്. നക്സലൈറ്റ്സ് അല്ലെങ്കിൽ മാവോവാദികൾ അവരെ ഉന്മൂലനം ചെയ്യുകയാണ് ശരി എന്ന നിലപാടിനോട് യോജിക്കാത്തവരാണ് ഞങ്ങൾ. അതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണ്, അത് ഒരിക്കലും ഒരു ക്രമസമാധാന പ്രശ്നമല്ല. അല്ല, ഞാൻ പറയട്ടെ, നക്സൽ പ്രസ്ഥാനം കേരളത്തിൽ തുടച്ചു നീക്കിയത് ശ്രീമാൻ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും K. കരുണാകരൻ ആഭ്യന്തരം ചെയ്യുന്ന സർക്കാരാണ്. ആ നക്സലിസത്തിൻ്റെ ഇന്നത്തെ പതിപ്പായിട്ടാണ് മാവോയിസ്റ്റുകളെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് സായുധ കലാപത്തിനോട് ഒട്ടും യോജിക്കാൻ സാധ്യത. അല്ല, പോലീസിൻ്റെ പ്രേതം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് ഓൾ സിറ്റുവേഷണലാണ് കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഏത് സാന്നിധ്യത്തിൽ ഏത് സർക്കംസ്റ്റാൻസസിൽ അവർക്ക് ഫയർ ചെയ്യാൻ വേണ്ടി വന്നു ആ മജിസ്ട്രിയൽ എൻക്വയറിയിലെ വരും. അതാണ് മെയിനായിട്ട്, അത് ഫസ്റ്റ് വരട്ടെ. കാര്യം എന്തായാലും 2 ജീവിതങ്ങൾ കാട്ടിൽ തീർന്നു. തർക്കം മാത്രം തുടരുന്നു. കണ്ണുണ്ടെങ്കിലും കാണാത്ത അന്ധരായ ഭരണകൂടത്തിൻ്റെ തർക്കം. ആദ്യം ശവം കണ്ടതാരാ? അത് നമ്മൾ തന്നെ. എടോ, തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താൻ കണ്ടത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. അത് പോട്ടെ, തന്നെ ആരാ വിളിച്ചുകൊണ്ട് പോയത്? ജയരാമൻ. എടോ, അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. എടോ, താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? സെൻട്രൽ ഫണ്ടിന് വേണ്ടി ജനങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ. വേണേൽ കഥ ഉണ്ടാക്കിക്കോ. ഇവിടെ അവരിപ്പോൾ ഭരണകൂടം അട്ടിമറിക്കാൻ പോവാണ് എന്നൊക്കെ കഥ ഉണ്ടാക്കിക്കോ. ജനങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പാടില്ലല്ലോ, അതിനാർക്കും അവകാശമില്ല. അപ്പോ സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ? അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. അതെങ്ങനെ താൻ കാണുന്ന ആള് മരിച്ചപ്പോ താൻ കല്യാണ സ്ഥലത്തായിരുന്നോ? അതെ. ആള് മരിച്ചത് താനെങ്ങനായിരുന്നു? ജയരാമൻ കൂവി വിളിച്ചപ്പോ.
അല്ല, പോലീസിൻ്റെ പ്രേതം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല. എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത്? അതെ. അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന്? അതെ. അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചു തന്നത്? അതെ. അപ്പൊ ആദ്യം ശവം കണ്ടതാരാ? ആദ്യം കണ്ടി നമ്മള്. അവരെ വെടിവെച്ച് കൊല്ലുകയല്ല വേണ്ടത്, അവരെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. എടോ, താനല്ലേ നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി, കേട്ടോ? താനല്ലേ പറഞ്ഞത് താനാണ് സംഭവ സ്ഥലത്ത് ഇയാളെ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയെന്ന്? അതെ സാർ. അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത്? അല്ല സാർ, കുഞ്ഞിക്കാണ്. എടോ, താൻ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക ശവം കണ്ടത്? അതെ സാർ. അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത്? അല്ല സാർ, കുഞ്ഞിക്കാണ്. നിങ്ങളിത് കളിക്കാനുള്ള പന്തികളെ നീ കാണാത്തതാണ് ഇവ കാണുന്നത്. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. അല്ല സാർ, ഞാൻ അന്ധനാണ്. കുറച്ചാണ് മുമ്പിലാണ് നീ പറഞ്ഞത് നിന്റെ പേര് ജയരാമനാണ്. പെട്ടെന്ന് നീ ഇപ്പം നന്ദനായോ? എടോ, ഇവന്മാരൊക്കെ തട്ടിപ്പ് എല്ലാത്തിനും ഞാൻ അന്ധനാണ്. കണ്ണ് കാണാൻ പറ്റില്ല, എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല സാർ. കണ്ണ് കാണാൻ പാടില്ലാത്ത നീ എങ്ങനെയാ പിന്നെ സംഭവം ആദ്യം കണ്ടത്? അതല്ലേ ഹിമാൽ എന്നോട് പറഞ്ഞത് നമ്മളാണ് ആദ്യം കണ്ടത്.